അച്ഛൻ തന്നെ ഇരുന്നോളും തോളത്ത് കേട്ടോ. മനോട്ടാ, ഇതാണ് കാറ്റത്തും മഴയത്തും ഒന്നും അണയാതെ കത്തുന്ന അസർബൈജാനിലെ കത്തുന്ന മല. ഇതിങ്ങനെ 24 മണിക്കൂറും കത്തിക്കൊണ്ടേയിരിക്കും. ഇതുകൂടാതെ ഇവിടെ ഒരു ഫയർ ടെമ്പിളുമുണ്ട്. വലിയൊരു കാടിനകത്ത് ഒളിപ്പിച്ചു വെച്ചൊരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് ആണിത്. ഇതിനടുത്ത് തന്നെ നല്ല മഞ്ഞു പെയ്യുന്ന ഒരു മൗണ്ടനുമുണ്ട്. കേബിൾ കാറിൽ ആ മലമുകളിലേക്കുള്ള യാത്ര ഗംഭീരമാണ്. ഇനി ആ കാഴ്ചകളൊക്കെ കണ്ട് ക്യാപിറ്റൽ സിറ്റിയായ ബാക്കുവിലേക്ക് ചെന്നാൽ അവിടെയുമുണ്ട് ഒരുപാട് കാഴ്ചകൾ. താമരയുടെ ഷേപ്പിലുള്ള മോൾ, മല കയറുന്ന ഫ്യൂണിക്കുലാർ റൈഡ്, തീനാളത്തിൻ്റെ ഡിസൈനിലുള്ള ആകാശം മുട്ടുന്ന ഫ്ലെയിം ടവേഴ്സ്, യൂറോപ്യൻ സ്റ്റൈലിലുള്ള സ്ട്രീറ്റുകൾ, ഇതെല്ലാം തലസ്ഥാനത്തെ അട്രാക്ഷൻസ് ആണ്. ഈ മനോഹരമായ കാഴ്ചകളെല്ലാം ഉള്ളത് അസർബൈജാനിലാണ്. കാണാം ലാൻഡ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അസർബൈജാനിലെ പ്രധാന കാഴ്ചകളെല്ലാം ഒറ്റ വീഡിയോയിൽ. ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തേക്കിറങ്ങി. ഇന്നത്തെ കറക്കത്തിനായുള്ള കാർ എന്നെയും കാത്ത് വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട്. മോർണിംഗ്. How are you? ഗുഡ്. ഹൗ ആർ യു? Good. Thank you. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവിലാണ്. ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാണ്. ഇന്ന് രാവിലെ ആദ്യം കാണാൻ പോകുന്നത് ഒരു കത്തുന്ന മലയാണ്. 24 മണിക്കൂറും കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു മല. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ബാക്കുവിൽ തന്നെ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ ആദ്യം എനാർദാങ്ങും ഗബാലയും ഒക്കെ കണ്ടതിനു ശേഷം അവസാനത്തെ ദിവസം ബാക്കു സിറ്റിയിലേക്ക് പോകാം എന്നാണ് എൻ്റെ പ്ലാൻ. മൊത്തം 3 ദിവസമാണ് ഞാൻ അസർബൈജാനിലുള്ളത്. വലിയൊരു ടൗൺ ഏരിയയിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും സൈഡിൽ കടലുള്ള ഒരു ഭാഗത്തേക്കെത്തി. ഇനി അധിക ദൂരമില്ല എനാർദാങ്ങിലേക്കെത്താൻ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. മഴയും കാറ്റുമൊന്നും മുഴുവനായും തീർന്നിട്ടില്ല. നല്ല തണുപ്പുണ്ടിപ്പോൾ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതാണ് ആ കത്തുന്ന മല. ഒരു കുന്നിൻ പ്രദേശമാണിത്. കുന്നിന് താഴ്ഭാഗത്തായി തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. ചെറുതായി മഴ പെയ്യുന്നുണ്ട്, എന്നാലും തീ അണയുന്നൊന്നുമില്ല. എനർദാങ് എന്ന അസർബൈജാനി വാക്കിൻ്റെ അർത്ഥം തന്നെ കത്തുന്ന മല എന്നാണ്. എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണ്. നാച്ചുറൽ ഗ്യാസ് നിക്ഷേപം ഒരുപാടുള്ള രാജ്യമാണ് അസർബൈജാൻ. ഇവിടുത്തെ പല സ്ഥലങ്ങളിലും നാച്ചുറൽ ഗ്യാസ് ഭൂമിക്കടിയിൽ നിന്നും പുറത്തേക്ക് വരികയും വായുവുമായി മിക്സായി ഇതുപോലെ തീയായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ തീയെ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അസർബൈജാൻ എന്ന രാജ്യം അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഫയർ എന്നാണ്. ടിക്കറ്റ് ഏരിയയോട് ചേർന്ന് തന്നെ പുരാവസ്തുക്കൾ വെച്ചിരിക്കുന്ന ഒരു ചെറിയ മ്യൂസിയം കൂടിയുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്കിറങ്ങി. അങ്ങനെ ഫയർ മൗണ്ടെയിൻ കണ്ടതിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫയർ ടെമ്പിൾ ആണ്. ഫയർ മൗണ്ടനിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമാണ് ഫയർ ടെമ്പിളിലേക്കുള്ളത്. ബാക്കുവിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ടെമ്പിൾ ഉള്ളത്. നമ്മളങ്ങനെ ഫയർ ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 9 മനാത്താണ് ടെമ്പിളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് വരുന്നത്. വലിയൊരു കോമ്പൗണ്ടാണിത്. ടെമ്പിളിനകത്തേക്ക് കയറിയാൽ ഇവിടെ ഇങ്ങനെ അണയാതെ കത്തുന്ന ഫയർ കാണാം. ഇപ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിലും പണ്ട് കാലത്ത് ഇവിടെ നാച്ചുറൽ ഗ്യാസ് ഭൂമിക്കടിയിൽ നിന്നും മുകളിലേക്ക് വന്ന് തീയായി മാറിയിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ തീയെ ആരാധിച്ചിരുന്ന ഇവിടുത്തെ ആളുകൾ ഈ പ്രദേശത്തെ ഒരു അമ്പലമാക്കി മാറ്റുകയായിരുന്നു. പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നും അസർബൈജാനിലേക്ക് എത്തിയ ഹിന്ദുമത വിശ്വാസികളും ഈ സ്ഥലം ഒരു ആരാധനാ കേന്ദ്രമായി കരുതിയിരുന്നു. ടെമ്പിളിലെ ഓരോ മുറികളിലും പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും കാറിലേക്ക് കയറി യാത്ര തുടർന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പെട്രോളിയം ഫീൽഡ്. അസർബൈജാനിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു പറമ്പിൽ എണ്ണ കുഴിച്ചെടുക്കുന്നു. ഇവിടെ നിന്നുമാണ് ആദ്യകാലങ്ങളിൽ പെട്രോളിയം കുഴിച്ചെടുത്തിരുന്നത്. ഇതിപ്പോഴും വർക്കിംഗ് ആണ്. പെട്രോളിയം കുഴിച്ചെടുക്കുന്ന സ്ഥലമാണെങ്കിലും ഇതിനങ്ങനെ പ്രത്യേകിച്ച് മതിലോ ഒന്നുമില്ല. ഒരു സാധാരണ പറമ്പിലാണ് ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യിക്കുന്നത്. പോകുന്ന വഴിയിലൊക്കെ വേറെയും പെട്രോൾ ഫീൽഡുകൾ കാണാം. നന്നായി വിശക്കാൻ തുടങ്ങിയപ്പോൾ കാർ നിർത്തിയിറങ്ങി. ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് കുറച്ചേറെ സമയമായി. എന്നാലും ഇതൊരു ലഞ്ചായി കണക്കാക്കാം. പിക്കിൾഡ് പിലാഫാണ് ഞാൻ ഓർഡർ ചെയ്തത്. റൈസ്, ലാമ്പ്, ആപ്രിക്കോട്ട് എന്നിവയ്ക്കുള്ള ഒരു ഫുഡാണിത്. ഒപ്പം ഒരു ലൂല ലാമ്പ് കൂടി പറഞ്ഞിരുന്നു. ഡിപ്പിനകത്ത് മുക്കി കഴിക്കാം. ഇതൊരു ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള ഡിപ്പാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്കിറങ്ങി. ഇനി തിരികെ ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്.
ഇനി നാളെ രാവിലെ ഗബാലയിലെ കാഴ്ചകൾ കാണാൻ പോകണം. അസർബൈജാനിലെത്തിയിട്ട് ഇത് 2ാമത്തെ ദിവസമാണ്. ഗബാല എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഏകദേശം 4 മണിക്കൂറോളം എടുക്കും അവിടെ എത്താൻ. ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. റോഡുകളിലും സ്ട്രീറ്റുകളിലുമൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യും. കണ്ണെത്താ ദൂരത്തോളം കുന്നുകളാണ് റോഡിനിരുവശവും. മഞ്ഞുകാലമായാൽ ഈ കുന്നുകളൊക്കെ മഞ്ഞുകൊണ്ട് നിറയും. ചെറിയൊരു ടൗണൊക്കെ കഴിഞ്ഞ് കൃഷിയിടങ്ങളൊക്കെയുള്ള ഒരിടത്തേക്കെത്തി. ഇവിടെ മഞ്ഞുകാലം കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ കൃഷി ഇറക്കും. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുകയാണ്. കുറച്ച് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഈ പുഴ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണെങ്കിലും മഞ്ഞുകാലത്ത് ഇതിൽ മഞ്ഞുരുകി വെള്ളം നിറയും. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഗബാല എത്തിയിരിക്കുകയാണ്. ആദ്യം കാണാൻ പോകുന്നത് നുഹൂർ ലേക്കാണ്. അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ വെള്ളം എത്തിക്കാനായി 1949 ഉണ്ടാക്കിയ ഒരു മാൻമെയ്ഡ് റിസർവോയറാണ് ഈ നുഹൂർ ലേക്ക്. ഇവിടെ ബോട്ടിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയയാണിത്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഗ്ലാസ് കൂടാരത്തിനുള്ളിലാണ് സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കടുത്ത തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ രീതിയിൽ ചെയറുകൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ വഴിയിൽ സുവനീറുകൾ വിൽക്കുന്ന ചെറിയ കടകളൊക്കെയുണ്ട്. ഏകദേശം ഉച്ചയായപ്പോഴേക്കും നുഹൂർ ലേക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇനി ലഞ്ച് കഴിക്കാനാണ് പോകുന്നത്. ഇന്നത്തെ ലഞ്ച് ഇത്തിരി സ്പെഷ്യലാണ്. കാരണം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാറ്റഗറിയിൽ അസർബൈജാനിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റായ മലബാറിലേക്കാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. മലയാളിയായ രാഹുൽ നടത്തുന്ന റെസ്റ്റോറൻ്റാണ് ഈ മലബാർ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടുമെങ്കിലും ലോക്കൽ അസർബൈജാനി ഫുഡാണ് കൂടുതലായും സെർവ് ചെയ്യുന്നത്. വീറ്റ് ഫ്ലോർ കൊണ്ടുണ്ടാക്കിയ ഒരു ട്രഡീഷണൽ അസർബൈജാനി ബ്രെഡാണ് ഓർഡർ ചെയ്തത്. ചുരേക് എന്നാണ് ഇതിൻ്റെ പേര്. ഒപ്പം അത്യാവശ്യം വലിയൊരു പ്ലേറ്റ് കെബാബും ഉണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ചുറ്റുപാടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ഒന്ന് കറങ്ങി അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഇനി പോകുന്നത് തുഫാൻഡാങ് മൗണ്ടനിലേക്കാണ്. അവിടെ ചെന്നാൽ കേബിൾ കാറിൽ മൗണ്ടന് മുകളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് കേബിൾ കാർ സ്റ്റേഷൻ. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം മുകളിലേക്ക് പോകാൻ. How much? We have 4 stations, only 2 stations open, 2 stations not working. Don't lose your ticket and come back safety. Okay, thank you. മൊത്തം 4 സ്റ്റേഷനുകളാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് 2ാമത്തെ സ്റ്റേഷൻ വരെ പോകാൻ പറ്റൂ. ഏറ്റവും മുകളിലുള്ള 2 ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഞാൻ ഒരു ക്യാബിനിലേക്ക് കയറി. ഈ കേബിൾ കാറിലിരിക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. താഴെ മൊത്തം കുന്നിൻ ചെരുവിൽ നിറയെ മരങ്ങളാണ്. നല്ല മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചുറ്റും മഞ്ഞു മൂടി. പുറത്തെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആദ്യത്തെ സ്റ്റേഷനിലിറങ്ങി. ആകെ മഞ്ഞു മൂടി കിടപ്പാണിവിടെ. അതുകൊണ്ട് ദൂരേക്കുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് മറ്റൊരു കേബിൾ കാറിലേക്ക് കയറി. അടുത്ത സ്റ്റേഷനിൽ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് കേട്ടത്. ഞാനങ്ങനെ 2ാമത്തെ സ്റ്റേഷനിലിറങ്ങി. ഈ തുഫാഡാങ് മൗണ്ടനിൽ പ്രീമിയം ഹോട്ടലുകളൊക്കെയുണ്ട്. ഈ മലയിലെ കാഴ്ചകളൊക്കെ കണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് 2 ദിവസം വേണമെങ്കിൽ അവിടെയൊക്കെ സ്റ്റേ ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ ഓൾ ടെറൈൻ വെഹിക്കിൾസൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഈ മൗണ്ടനിലേക്ക് ആളുകൾ വരുന്നത് മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാനും ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യാനുമാണ്. വിൻ്റർ ടൈമിൽ ഇവിടെ സ്കീയിങ്, സ്നോ ബോർഡിങ് തുടങ്ങിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ എത്താറുണ്ട്. ഈ ഇരിക്കുന്ന മെഷീനാണ് സ്നോ ക്യാനൻ. മഞ്ഞ് കുറയുന്ന സമയത്ത് ഉള്ള മഞ്ഞ് കുറയാതെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അത്യാവശ്യം ഫുഡ് ഐറ്റംസൊക്കെ ഈ കടകളിൽ കിട്ടും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങിയാണ്. ആകെ മഞ്ഞുമൂടി നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. താഴെ കാണുന്നത് ഇവിടുത്തെ ചെറിയൊരു ചെക്ക് ഡാമാണ്. അങ്ങനെ റോപ്പ് വേന്ന് ഇറങ്ങി വീണ്ടും കാറെ കയറി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 7 വാട്ടർഫോൾസ് ആണ്. ഇതാണ് വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസ്.
ഗബാല ടൗണിൽ നിന്നും 7 കിലോമീറ്റർ മാറി വാൻഡാം വില്ലേജിലാണ് ഈ 7 ബ്യൂട്ടീസ് വാട്ടർഫാൾസ് ഉള്ളത്. ഗബാലയിലെ ഒരു ഫോറസ്റ്റ് ഏരിയയാണിത്. മുകളിലേക്ക് ഇങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി വേണം വാട്ടർഫാൾസിനടുത്തെത്താൻ. നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റിനകത്താണ് 7 സ്റ്റെപ്സായി ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ നേച്ചർ ലവേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനുമൊക്കെ ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ വാട്ടർഫോൾസും കണ്ട് താഴേക്ക് ഇറങ്ങുക. നല്ല കുത്തനെയുള്ള ഇറക്കോ, സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി വാങ്ങും. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയാൽ ഒരു ചെറിയ ടൗണിലെത്തും. അവിടെ നിന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. വിശപ്പ് കൊണ്ട് വേഗം റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഫുഡും പെട്ടെന്ന് തന്നെ കിട്ടി. മീറ്റും റൈസും മിക്സ് ചെയ്ത പിലാഫാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിലാണ് ഇപ്പോഴുള്ളത്. അസർബൈജാനിലെത്തിയിട്ട് 3ാമത്തെ ദിവസമാണിന്ന്. ബാക്കു സിറ്റി മൊത്തമൊന്ന് കറങ്ങി കാണാനാണ് ഇന്നത്തെ പ്ലാൻ. വലിയ തിരക്കൊന്നുമില്ലാതെ സൈഡിൽ മരങ്ങളൊക്കെയുള്ള നല്ലൊരു റോഡിലൂടെയാണ് യാത്ര. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നിറയെ സ്റ്റെപ്പുകളൊക്കെയുള്ള ഒരു പാർക്കിനടുത്തേക്കെത്തി. ബാക്കുവിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഹൈലാൻഡ് പാർക്ക്. ഹൈലാൻഡ് പാർക്കിൻ്റെ ഒരു ഭാഗമാണിത്. ബാക്കു പനോരമിക് വ്യൂ എന്നാണ് ഈ ഭാഗത്തെ പറയുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് ബാക്കു സിറ്റിയുടെ ഒരു വൈഡ് വ്യൂ കിട്ടും. ആ കാണുന്നതാണ് ഇവിടുത്തെ പ്രശസ്തമായ ഫ്ലെയിം ടവേഴ്സ്. ലോട്ടസ് ഷേപ്പിൽ ദൂരെ ആ കാണുന്നത് ഇവിടുത്തെ ഒരു മോളാണ്. തൊട്ടപ്പുറത്തായി ബാക്കു ഐ എന്ന ജയന്റ് വീലും കാണാം. അസർബൈജാനിലെ ഏറ്റവും വലിയ നഗരമാണ് ബാക്കു. കാസ്പിയൻ കടലിൻ്റെ പടിഞ്ഞാറൻ തീരത്താണ് ബാക്കു സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ഫ്ലെയിം ടവേഴ്സ് പോലുള്ള മോഡേൺ ബിൽഡിങ്ങുകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ നഗരമായ ഇച്രി ഷഹറുമൊക്കെ ഇവിടുത്തെ അട്രാക്ഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മോഡേൺ ആർക്കിടെക്ചറിൻ്റെ ഒരു മിക്സ് ആണ് ബാക്കു. ഇനി ഇവിടെ നിന്നും ഇറങ്ങി താഴെ കടൽ തീരത്തോട് ചേർന്നുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണണം. ഇതാണ് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട താമരയുടെ ഷേപ്പിലുള്ള ആ മോൾ. കാസ്പിയൻ കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന മോൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ കാസ്പിയൻ വാട്ടർ ഫ്രണ്ട് മാൾ എന്നാണ് പറയുന്നത്. ഈ മോൾ തന്നെയാണ് ഡെനിസ് മോൾ എന്നറിയപ്പെടുന്നതും. അങ്ങനെ മോളിനുള്ളിലേക്ക് ഒന്ന് കയറി. നമ്മുടെ ലുലു മാളിൻ്റെ അത്രയൊന്നും വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ളൊരു മോളാണിത്. മോളിനുള്ളിലെ ഈ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഒരു ടർക്കിഷ് റെസ്റ്റോറൻ്റാണിത്. ഈ ഫുഡിൻ്റെ പേര് പീഡ എന്നാണ്. പീറ്റ്സ പോലുള്ള ഒരു ഫ്ലാറ്റ് ബ്രെഡാണിത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മോളിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇതാണ് ബാക്കു ഐ. ഡെന്നിസ് മോളിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ജയന്റ് വീലുള്ളത്. 30 ക്യാബിനുകളുള്ള 60 മീറ്റർ ഉയരത്തിലുള്ള ഒരു ഫെറീസ് വീലാണിത്. എല്ലാം അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് അല്പദൂരം നടന്നാൽ ഇവിടുത്തെ മെയിൻ കാഴ്ചകളൊക്കെ കവർ ചെയ്യാം. ലണ്ടൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കമ്പനിയുടെ ഒരു ഇലക്ട്രിക് ടാക്സി കാറാണിത്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഭാഗമാണ് ബാക്കു ബുളൈവാർഡ്. കാസ്പിയൻ സീയുടെ തീരത്ത് 5 കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന ഒരു നാഷണൽ പാർക്കാണിത്. ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. ഒരു കാർപ്പറ്റ് റോൾ ചെയ്തിരിക്കുന്ന പോലാണ് ഇതിൻ്റെ ഡിസൈൻ. 1967 ഇതിവിടെ സ്ഥാപിതമായത്. പ്രധാനമായും കാർപ്പറ്റ് പ്രോഡക്ട്സ് പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. കാർപ്പറ്റ് പ്രോഡക്ട്സ് കൂടാതെ പുരാവസ്തുക്കളും ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കാർപ്പറ്റ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ഈ കാണുന്ന ലിറ്റിൽ വെനീസാണ് ബൊളൈവാർഡിലെ മറ്റൊരു കാഴ്ച. 1960 ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ കനാൽ കോംപ്ലക്സ് ആണിത്. ഇറ്റലിയിലെ വെനീസ് നഗരത്തിൻ്റെ റൊമാൻറ്റിക് ബ്യൂട്ടി റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. പൂക്കളൊക്കെ വെച്ച് സുന്ദരമാക്കിയ ഗൊണ്ടോള ബോട്ട് റൈഡാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. ഇനി ഇവിടെ നിന്നും പോകുന്നത് ഫ്യൂണിക്കുലർ റൈഡിൽ കയറാനാണ്. കുത്തനെയുള്ള കയറ്റം കയറി പോകുന്ന ബസ്സിൻ്റെ വലിപ്പമുള്ള ഒരു കേബിൾ റെയിൽവേ സിസ്റ്റമാണിത്. ബുളൈവാർഡിൽ നിന്നും ഹൈലാൻഡ് പാർക്കിലുള്ള അപ്പർ സ്റ്റേഷനിൽ ഇറങ്ങാം. ആ സ്റ്റേഷനിലോട് ചേർന്നാണ് ഫ്ലെയിം ടവേഴ്സും ഉള്ളത്. ഫ്യൂണിക്കുലർ റൈഡിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. 1960 ഈ ഫ്യൂണിക്കുലർ റെയിൽവേ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 500 മീറ്ററാണ് ഇതിൻ്റെ ട്രാക്ക് ലെന്ത് വരുന്നത്. ആകെ 2 സ്റ്റേഷനുകൾ മാത്രമേ ഫ്യൂണിക്കുലർ റൈഡിനുള്ളൂ. നമ്മൾ താഴെ നിന്നും കയറിയ ആ സ്റ്റേഷൻ്റെ പേര് ബെഹ്റൻഗൂർ എന്നാണ്. നമ്മൾ ഇറങ്ങുന്നത് ഹൈലാൻഡ് പാർക്ക് സ്റ്റേഷനിലുമാണ്. അങ്ങനെ കുറച്ച് നേരത്തെ റൈഡിന് ശേഷം മുകളിലെ സ്റ്റേഷനിലേക്ക് എത്തി. ഈ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലെയിം ടവേഴ്സ് ഉള്ളത്. ഈ ഫ്ലെയിം ടവേഴ്സും ബാക്കുവിലെ ഒരു പ്രധാന അട്രാക്ഷനാണ്. തീയെ ആരാധിച്ചിരുന്ന ഒരു രാജ്യമായതിനാൽ ഈ ടവറുകൾക്കും തീനാളത്തിൻ്റെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. 3 ടവറുകളാണ് ഇവിടെയുള്ളത്. ഹൈലാൻഡ് പാർക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കുന്ന വലിയൊരു പാർക്കാണിത്. ഇതിൻ്റെ ഒരു വശത്തായി ഒരു സിമെട്രി കാണാം. മാർട്ടസ് ലെയിൻ എന്നാണ് ഇതിൻ്റെ പേര്. അസർബൈജാന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ആളുകളോടുള്ള ആദരസൂചകമായി നിർമ്മിച്ചതാണിത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി താഴേക്ക് തന്നെ പോകണം.
ഈ റൈഡ് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഓപ്പൺ ആയിരിക്കുക. തിങ്കളാഴ്ച അവധിയായിരിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ബ്രേക്കും ആയിരിക്കും. ചെറിയ സ്പീഡിലാണ് ഈ ഫ്യൂണിക്കുലാർ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ഹൈദർ അലീവ് സെൻറ്ററിലേക്കാണ്. ഫേമസ് ഇറാഖി ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ സാഹ ഹദീസ് ഡിസൈൻ ചെയ്ത ഒരു കൾച്ചറൽ സെൻ്ററാണിത്. എക്സിബിഷനുകളും ഇവൻസുമൊക്കെയാണ് ഇവിടെ കാര്യമായി നടത്താറുള്ളത്. വിൻറ്റേജ് കാറുകളുടെ വലിയൊരു പ്രദർശനം ഇവിടെയുണ്ട്. 1910 ഉപയോഗിച്ചിരുന്ന കാറുകൾ ഇവിടെയുണ്ട്. 1938 ഉപയോഗത്തിലുണ്ടായിരുന്ന ഫോർഡിൻ്റെ V8 മോഡൽ കാറാണിത്. അതുപോലെ നമുക്കൊന്നും കണ്ടു പരിചയമില്ലാത്ത ഷെവർലെയുടെ ചില മോഡലുകളും ഇവിടെ കാണാം. 100-ലധികം ക്ലാസിക് കാറുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടി മുതൽ മോഡേൺ കാറായ ബുഗാട്ടി വരെ ഇവിടെയുണ്ട്. ഇതുപോലെയുള്ള കാറുകൾ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെ വിൻറ്റേജ് കാർ കളക്ഷനൊക്കെ കണ്ട് അവിടെ നിന്നും ഇറങ്ങി. അസർബൈജാനിലെ ഒരു ഓൾഡ് സിറ്റിയായ ഇച്രി ഷഹറാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്നും വലിയ ദൂരമൊന്നുമില്ല അങ്ങോട്ട്. ഏറിപ്പോയാൽ ഒരു 4 കിലോമീറ്ററേ കാണൂ. 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു നഗരമാണ് ഇച്രി ഷഹർ. വലിയ കോട്ടമതിലിനകത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഷിർവാൻഷാ വംശകാലത്ത് ബാക്കുവിൻ്റെ ഭരണകേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു ഈ പുരാതന നഗരം. 1997 യുനെസ്കോ ഈ നഗരത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു. ഇന്നും ആ പഴയ നഗരത്തിൻ്റെ തെരുവുകളും വീടുകളുമൊക്കെ റെനോവേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇച്രി ഷഹറിൻ്റെ സ്ട്രീറ്റിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. വഴിയിൽ കാർപ്പറ്റുകൾ വിൽക്കാനായി വെച്ചിരിക്കുന്നത് കാണാം. സ്ട്രീറ്റിൽ പലയിടത്തും ഇതുപോലെയുള്ള കച്ചവടക്കാരെയൊക്കെ കാണാം. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഈ കാണുന്നതാണ് മെയ്ഡൻ ടവർ. ഇതും ഇച്രി ഷഹറിൻ്റെ ഭാഗമാണ്. 12-ാം നൂറ്റാണ്ടിൽ ലൈംസ്റ്റോൺ ഉപയോഗിച്ച് സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉണ്ടാക്കിയ ഒരു ടവറാണിത്. മെയ്ഡൻ ടവറിന്റെ മുകളിൽ കയറാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് കയറി നോക്കാം എന്താ ഉള്ളത്. 97 അടിയാണ് ഇതിൻ്റെ ഉയരം. കുറച്ചു ദൂരം ഇരുമ്പ് സ്റ്റെപ്പുകൾ കയറി ചെല്ലണം. പിന്നീട് അങ്ങോട്ട് കല്ലുകളിൽ കൊത്തിയെടുത്തിരിക്കുന്ന സ്റ്റെപ്പുകളാണ്. അങ്ങനെ നടന്ന് ടവറിൻ്റെ ഏറ്റവും മുകളിലേക്കെത്തി. ദൂരെ കടലും കടൽ തീർത്ത് നമ്മൾ നേരത്തെ കണ്ട മോളും ഇവിടെ നിന്നാൽ കാണാം. അതുപോലെ ഫ്ലെയിം ടവേഴ്സും ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഈ ടവർ പണ്ട് ഒരു ഫയർ വേർഷിപ്പ് ടെമ്പിൾ ആയിരുന്നെന്നും അതല്ല ഒരു വാച്ച് ടവർ ആയിരുന്നെന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ മെയ്ഡൻ ടവർ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി പോകാൻ പോകുന്നത് മിനിയേച്ചർ ബുക്ക് മ്യൂസിയം ആണ്. ഈ സ്ട്രീറ്റിലൂടെ കുറച്ചു ദൂരം നടന്നു വേണം മ്യൂസിയത്തിലേക്ക് എത്താൻ. മുഴുവനായും മിനിയേച്ചർ ബുക്സ് മാത്രം വെച്ചിട്ടുള്ള ലോകത്തിലെ ഏക പ്രൈവറ്റ് മ്യൂസിയമാണിത്. 2002 സരീഫ സലഹോവ ഈ മിനിയേച്ചർ ബുക്ക് മ്യൂസിയം ആരംഭിക്കുന്നത്. അസർബൈജാനി, റഷ്യൻ, ഇംഗ്ലീഷ്, അറബിക് തുടങ്ങി വ്യത്യസ്ത ഭാഷകളിലുള്ള ബുക്കുകൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും ഇനി പോകുന്നത് ഷിർവാൻഷാ പാലസ് കാണാനാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ആ പാലസും ഉള്ളത്. 15 മനാത്താണ് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത്. അസർബൈജാനിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഈ കൊട്ടാരം. 15-ാം നൂറ്റാണ്ടിൽ ഷിർവാൻഷാ രാജവംശമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. അസർബൈജാനി, പേർഷ്യൻ, ഓട്ടോമൻ ശില്പശൈലികൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ സ്മാരകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ പാലസിലെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നിസാമി സ്ട്രീറ്റിലാണ്. ഇവിടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാളുകളാണ് ഇതെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നും ബുളിവാർഡ് വരെയുള്ള 3.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു സ്ട്രീറ്റാണ് നിസാമി സ്ട്രീറ്റ്. അങ്ങനെ നടന്ന് ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു ഭാഗത്തേക്കെത്തി. അപ്പം അസർബൈജാൻ വരെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ ആഷിഖിനെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം സെറ്റാക്കി കൊടുക്കില്ലേ? തീർച്ചയായിട്ടും എല്ലാം സെറ്റാക്കി തരുന്നതായിരിക്കും. ആഷിഖ് എല്ലാം സെറ്റാക്കി കൊടുത്തരുന്നതായിരിക്കും. അസർബൈജാനിലുള്ള ഒരു മലയാളി ടൂർ ഓപ്പറേറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ യുറേഷ്യൻ വോയേജ് ആണ് എനിക്ക് അസർബൈജാൻ ടൂർ പാക്കേജ് എല്ലാം സെറ്റ് ചെയ്തു തന്നത്. ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ, ഫുഡ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തു തരും. ഇവരുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. ആസാം ഭയങ്കര തീറ്റല്ല. ഇതെന്നാണോ തിന്നുന്നത്? ഇതെന്നെ കയ്യിലിരിക്കുന്ന സാധനം എന്നാ ഐറ്റാണ് ഇത്? വലിയ പുള്ളിയാണ് കേട്ടോ. വലിയ ചാടൊക്കെ ഇരിപ്പ് ഉണ്ടോ മനെ കൂട്ടാ? ആശാൻ തന്നെ ഇരുന്നോളും തോളത്ത് കേട്ടോ. ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ചു നേരം കൂടി കറങ്ങിയിട്ട് വേണം റൂമിലേക്ക് പോകാൻ. നിസാമി സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.